മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സാലി മുഹമ്മദ് ചേരുകയാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. സാലി, കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്ന് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ടി.എച്ച്. മുസ്തഫയ്ക്ക്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്? മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? മനു, പുലർച്ചെ 5:30യോടുകൂടിയാണ് ടി.എച്ച്. മുസ്തഫയുടെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിന് കുറെ നാളുകളായി അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെയൊക്കെ തുടർന്ന് ചികിത്സയിലും റെസ്റ്റിലുമായിരുന്നു. നമുക്കറിയാം, പെരുമ്പാവൂർ സ്വദേശിയാണ്. പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ദീർഘനാളായി അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തുകയും ഇന്ന് പുലർച്ചെ 5:30യോടുകൂടി ഇത് സംഭവിക്കുകയുമായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലാണുള്ളത്. ആശുപത്രി അല്പസമയത്തിനകം പെരുമ്പാവൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം വീട്ടിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് വൈകിട്ട് 8-നാണ് കബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. മാറമ്പള്ളി ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ കബറടക്കം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് തന്നെയാണ് എറണാകുളം ജില്ലയിൽ നഷ്ടമായിരിക്കുന്നതെന്ന് പറയാം. കാരണം ദീർഘകാലം എറണാകുളം ജില്ലയിലും മധ്യ കേരളത്തിലും കോൺഗ്രസിനെ നയിച്ച സമുന്നതനായ ഒരു നേതാവായിരുന്നു ടി.എച്ച്. മുസ്തഫ എന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘകാലം അദ്ദേഹം എം.എൽ.എ ആയിരുന്നു. അദ്ദേഹം സംസ്ഥാനത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത്. ഇത് കൂടാതെ കോൺഗ്രസിലെ ഉന്നതമായ പല പദവികൾ 14 വർഷത്തോളം എറണാകുളം DCC പ്രസിഡന്റായിരുന്നു, KPCC വൈസ് പ്രസിഡന്റായിരുന്നു, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ദീർഘകാലം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ കുറച്ച് നാളുകളായി അദ്ദേഹം വിശ്രമത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു പതിറ്റാണ്ടോളമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നില്ല. എങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഈ വിശ്രമത്തിലായിരുന്ന കാലത്തും തന്റേതായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, എല്ലാ കാലത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ കരുണാകരന്റെ ഏറ്റവും അടുത്തയാളായിരുന്നു. കെ കരുണാകരൻ മന്ത്രിസഭയിലാണ് അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാവുന്നത്. 1977-ലാണ് അദ്ദേഹം ആദ്യമായി ആലുവയിൽ നിന്ന് നിയമസഭയിൽ എത്തുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നത്. 77-ൽ ആദ്യം MLA ആയി. 80-ൽ ആലുവയിൽ വീണ്ടും മത്സരിച്ചെങ്കിലും അവിടെ പരാജയപ്പെട്ടു. പിന്നീട് 4 തവണ കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗമായി. 96-ൽ പരാജയപ്പെട്ടു. 2001-ൽ വീണ്ടും വിജയിച്ചു. അങ്ങനെ ദീർഘകാലം നിയമസഭാംഗമായി. ഒരു കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി. ട്രേഡ് യൂണിയൻ രംഗത്താണെങ്കിൽ INTUCയുടെ സംസ്ഥാന നിർവ്വഹണ സമിതി അംഗം തുടങ്ങി ട്രേഡ് യൂണിയൻ രംഗത്തും വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല്. വളരെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവാണ്. കെ കരുണാകരന്റെ സന്തത സഹചാരിയായിരുന്നു. കേരളത്തിലെ കരുണാകരനൊപ്പം നിന്ന് കരുണാകരന്റെ ഗ്രൂപ്പും കരുണാകരനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ച ഒരാളാണ്. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു എന്നുള്ള തർക്കമില്ല. പക്ഷേ പുതിയ തലമുറയ്ക്ക്, ഏറ്റവും പുതിയ നേതൃനിരയ്ക്ക് അദ്ദേഹത്തെ അത്ര പരിചയമില്ലാത്തത് അദ്ദേഹം ഒരു 10-12 വർഷമായി സജീവമായി രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എറണാകുളം മാത്രമല്ല, മധ്യ കേരളത്തിന്റെ ആകെ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന ഒരു സുപ്രധാന വ്യക്തികളിൽ ഒരാളാണ്, പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം കുറച്ച് നാളുകളായി ചികിത്സയിലും വിശ്രമത്തിലും ഒക്കെ ആയിരുന്നു. ഈ വിശ്രമത്തിലായിരുന്ന കാലഘട്ടത്തിലും പല വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളിലടക്കം തന്റേതായ നിലപാട് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വണ്ണം അദ്ദേഹം പറഞ്ഞു പോന്നിട്ടുമുണ്ട്. ഈ അവസാന ഘട്ടങ്ങളിൽ ഗ്രൂപ്പുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നല്ലേ സാലി അദ്ദേഹം? കെ കരുണാകരന്റെ വളരെ അടുത്ത ആളായിരുന്നു. അവസാനം വരെ കെ കരുണാകരനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിൽ പലതരത്തിലുള്ള പിരിവുകൾ മറ്റു തരത്തിലുണ്ടായപ്പോഴൊക്കെയും അദ്ദേഹം കരുണാകരന്റെ ഒപ്പം നിന്നു. പക്ഷേ കരുണാകരന്റെ കാലശേഷം ഉണ്ടായ നേതാക്കൾക്കെതിരെ പല പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ ആ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.